ഗായത്രി ടീച്ചർ മുഖാമുഖം നിന്ന് പഠിപ്പിക്കുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ക്ലാസ്സിലായിരിക്കും. എപ്പോഴെങ്കിലും അവരൊന്ന് തിരിഞ്ഞാൽ എല്ലാവരുടെയും ശ്രദ്ധ വേറെയിടത്തായിരിക്കും. കോളേജ് പിള്ളേർക്ക് മാത്രമല്ല, നാട്ടുകാർക്ക് മുഴുവൻ കണ്ണിന് വിരുന്നായിരുന്നു അവരുടെ നോട്ടം. ആ സൗന്ദര്യം! ഒരല്പം വണ്ണമുണ്ട്, എങ്കിലും കാണാൻ നല്ല സുന്ദരിയാണ്. അങ്ങനെ കോളേജ് വിട്ടതും ഗായത്രി ടീച്ചർ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി. ടീച്ചറിൻ്റെ എങ്ങോട്ടാ പിള്ളേരെക്കാൾ മുൻപിൽ ഓടുന്നേ? സഫി ടീച്ചർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നല്ല മഴക്കോലുണ്ട് ടീച്ചറെ, കുടയെടുക്കാൻ മറന്നു. അതും പറഞ്ഞ് അവർ കലപില കൂട്ടുന്ന പിള്ളേരുടെ ഇടയിലൂടെ വേഗം നടന്നു. 1 കിലോമീറ്റർ നടക്കാവുന്ന ദൂരമേയുള്ള വീട്ടിലേക്ക്. അതിനിടയിലെങ്ങാനും മഴ പെയ്താൽ കുടുങ്ങി കയറി നിൽക്കാൻ കഴിയുന്ന ഏക സ്ഥലം ഗോപാലേട്ടൻ്റെ ചായക്കടയാണ്. അവിടെ കയറി നിൽക്കുന്നതിനേക്കാൾ ഭേദം നനഞ്ഞു പോകുന്നതായിരിക്കും. കാരണം അവിടെ ക്യാരംസും കളിച്ച് കുറേ പിള്ളേർ ഇരിപ്പുണ്ടാവും. അവന്മാരുടെ ഒരു നോട്ടമുണ്ട്, വല്ലാത്ത നോട്ടമാണ് വായി നോക്കികൾ. വൈമധ്യയുള്ള കഴുകൻ കണ്ണുകൾ തൻ്റെ സൗന്ദര്യങ്ങളെ വീക്ഷിച്ച് കടന്നു പോകുന്നുണ്ടെങ്കിലും അവർ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. മഴ പെയ്യുമോ എന്ന വേവലാതിയിലായിരുന്നു അവർ നടന്നത്. ചായക്കടയുടെ മുന്നിലെത്തിയപ്പോൾ ചില പതിവ് മുഖങ്ങൾ അന്നും തന്നെ നോക്കി എക്സ്പ്രഷൻ ഇടുന്നത് അവർ കണ്ടു. ഇവന്മാരെല്ലാം തന്നെ കാണാൻ വേണ്ടി മാത്രമാണോ വന്നു നിൽക്കുന്നത്? ഒരു കിളവൻ്റെ ആക്രാന്തം പിടിച്ച നോട്ടം തന്നിലേക്ക് തറഞ്ഞു നിൽക്കുന്നത് കണ്ട് അവർക്ക് ചിരി വന്നു പോയി. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. തന്നെ കണ്ടാൽ 2 ആൺമക്കളുടെ അമ്മയാണെന്ന് ആരെങ്കിലും പറയുമോ? കോളേജിൽ പുതിയതായി ജോയിൻ ചെയ്ത ചന്ദ്രൻ മാഷ് ഇന്നലെ ചോദിച്ചത് കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നാണ്. ചിലപ്പോൾ അയാൾ തന്നെ വളയ്ക്കാൻ ശ്രമിച്ചതാകും. കുറേ പേര് മുൻപ് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ ആർക്കും ഇതുവരെ പിടികൊടുത്തിട്ടില്ല. താനിതെല്ലാം കാത്തു സൂക്ഷിച്ച് കൊണ്ട് നടക്കുന്നു. ഇതെല്ലാം അനുഭവിക്കേണ്ടവർ എവിടെ? പ്രണയിച്ച് നടക്കുമ്പോൾ എന്തായിരുന്നു കൂടെ നടക്കണം, കയ്യം പിടിച്ച്, പിന്നെ കൂടെ നിൽക്കണം എന്നെല്ലാം പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് കല്യാണം കഴിഞ്ഞതും 2 കൊച്ചുങ്ങളെ ഒരുമിച്ചുണ്ടാക്കി തന്ന് ഗൾഫിലേക്ക് പറന്നു. 2 കൊല്ലം കൂടുമ്പോഴാണ് ഭർത്താവ് വിജയൻ ലീവിന് വരുന്നത്. അതും 1.5 മാസം ലീവുണ്ടാവും. ഇപ്പോൾ 2 കൊല്ലമായി വന്നിട്ടുമില്ല. 3-4 ദിവസം കൂടുമ്പോഴേ വിളിക്കാറ് പോലുമുള്ളൂ. പണമാണ് വലുതെന്ന് കരുതി അവിടെ കിടക്കട്ടെ, അല്ലാതെ എന്താ പറയാൻ. മഴ ചാറി തുടങ്ങിയതും അവർ ഓടാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ശബ്ദം. ടീച്ചറെ, എൻ്റെ കുടയിലേക്ക് കയറിക്കോളാം. നോക്കുമ്പോൾ തൻ്റെ സ്റ്റുഡൻറ്റ് ദീപു ആയിരുന്നു. അവർ വേഗം ദീപുവിൻ്റെ കുടയിലേക്ക് കയറി. അവരുടെ അയൽവാസിയും കൂടിയായിരുന്നു ദീപു. നീ ഈയിടെയായി അല്പം ഉഴപ്പുന്നുണ്ട് കേട്ടോ, ഞാൻ നിൻ്റെ അച്ഛനോട് പറയണോ? അത് കേട്ട് അവൻ ചിരിച്ചു. അപ്പോഴേക്കും അവൻ്റെ ഉള്ളിൽ അടക്കം സംഭവിച്ചിരുന്നു. എത്ര നാളായി ആഗ്രഹിച്ചിരുന്നതാണിത്. ഗായത്രി ടീച്ചറുമായി മുട്ടിയൊരുമി ഇങ്ങനെ ഒരു കുടക്കയും. അവന് വല്ലാതായി. കുറച്ച് കഴിഞ്ഞതും മഴ കുറഞ്ഞു, എങ്കിലും കുറച്ച് മഴ ഉണ്ടായിരുന്നു. അതിനാൽ അവർ കുടയിൽ നിന്നും മാറിയില്ല. അവൻ്റെ വീട് കഴിഞ്ഞിട്ടായിരുന്നു ഗായത്രിയുടെ വീട്. അവൻ ടീച്ചറെ വീട് വരെ കൊണ്ടു ചെന്നാക്കി. ടീച്ചർ ഗേറ്റ് തുറന്നു പോകുമ്പോൾ ആ സൗന്ദര്യത്തിലേക്ക് നോക്കാതിരിക്കാൻ ദീപുവിന് കഴിഞ്ഞില്ല. ടീച്ചർ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന് പേടിച്ച് മനസ്സില്ലാ മനസ്സോടെ ശ്രദ്ധ പിൻവലിച്ച് ദീപു തൻ്റെ വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ഗായത്രി വീട്ടിലെത്തി ചെരുപ്പ് അയച്ചു വെക്കുമ്പോഴാണ് അവർ അത് ശ്രദ്ധിച്ചത്. മക്കളുടെ ചെരുപ്പിനോടൊപ്പം ഒരു ലേഡീസ് ചപ്പൽ. രമണി ചേച്ചിയുടേതല്ല, പിന്നെ ആരുടേതാവും? അവർ വാതിലിൽ മുട്ടി. വാതിൽ തുറന്നത് രമണിയായിരുന്നു. വിജയേട്ടൻ്റെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ടതാണ് രമണി. 52 വയസ്സുണ്ട്.
തനിക്കൊരു സഹായമാകുമല്ലോ എന്ന് കരുതിയാണ് വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. അവരെവിടെ? സാധാരണ താൻ വരുമ്പോൾ മുൻപിൽ തന്നെ ഉണ്ടാവുന്നതാണ് രണ്ടുപേരും. തൻ്റെ മക്കൾ മിനുക്കുട്ടനും മനുക്കുട്ടനും തൻ്റെ കൂടെ ഇരുന്ന് ചായ കുടിച്ചിട്ട് പുറത്തേക്ക് പോകാറുള്ളൂ. മുകളിലുണ്ട്, കമ്പൈൻ സ്റ്റഡിയാണെന്ന് പറഞ്ഞ്. പിന്നെ ഒരു പെൺകൊച്ചും കൂടെയുണ്ട്. ഏത് പെൺകൊച്ച്? ആ, ഇന്നാള് അവരുടെ ബർത്ത്ഡേക്ക് വന്നില്ലേ, വെളുത്ത ഫ്രോക്കിട്ട കുട്ടി. ഗായത്രിക്ക് ആളെ മനസ്സിലായി. തൻ്റെ കൂട്ടുകാരിയുടെ മകൾ പ്രിയ. പക്ഷെ അവൾ +2-നല്ലേ പഠിക്കുന്നത്. അവർ 3 പേരും കൂടി എന്ത് പഠനം! ദൈവമേ, വല്ല കുരുത്തക്കേടും ഒപ്പിക്കുന്നുണ്ടോ? അതും ചിന്തിച്ചപ്പോൾ അവരുടെ ഉള്ളൊന്ന് കാണി. അത് പുറത്ത് കാട്ടാതെ അവർ രമണി ചേച്ചി നോക്കി. ചേച്ചി പോയി പച്ചക്കറിയും സാധനങ്ങളുമെല്ലാം മേടിച്ചു വന്നോളൂ, എനിക്കൊന്ന് കുളിക്കണം, ദേഹമാകെ നനഞ്ഞു. അവർ ബാഗിൽ നിന്നും കാശെടുത്ത് കൊടുത്തു. രമണി പുറത്തേക്ക് ഇറങ്ങിയതും അവർ വാതിലടച്ച് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കയറി. മുകളിലാകെ ഒരു മുറിയേ ഉള്ളൂ. അതിലാണ് 2 പേരുടെയും കിടത്തം. നല്ല ഒരുമയാണ് 2 പേരും. യാതൊരു വഴക്കുമില്ല. അക്കാര്യത്തിൽ അവർക്ക് വലിയ ആശ്വാസമായിരുന്നു. വാതിൽ പതുക്കെ തുറക്കാൻ നോക്കിയത് ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പിന്നെ കീ ഹോളിലൂടെ കുനിഞ്ഞ് ഉള്ളിലേക്ക് നോക്കി. തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രിയയുടെ മുഖമാണ് കാണുന്നത്. പിന്നെ ദൈവമേ, ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഒന്ന് അവിടെയും മറ്റേത് ഇവിടെയും. ഹോ! അത് കണ്ട് ഞെട്ടിത്തെറിച്ച് ഗായത്രി വാതിൽ ചവിട്ടിപ്പൊളിക്കാനെന്ന വണ്ണം ആഞ്ഞു ചവിട്ടി. തുറക്കട വാതിൽ. അപ്പോൾ അകത്ത് ഉരുണ്ട് പിടഞ്ഞ് എണീക്കുന്ന ശബ്ദം. കുറച്ചുകൂടി കഴിഞ്ഞാണ് വാതിൽ തുറന്നത്. 3 പേരും നന്നായിട്ടിരിക്കുന്നു. അതും പുസ്തകവും പിടിച്ചോണ്ട്. തല കുനിച്ചു നിൽക്കുന്ന പ്രിയയെ ഗായത്രി തീപാറുന്ന കണ്ണുകളോടെ നോക്കി. എന്ത് പഠിക്കാനാടി നീ വരുന്നത്? നീ ഇവരെയാണോ പഠിപ്പിച്ചത്, അതോ ഇവര് നിന്നെയാണോ പഠിപ്പിച്ചത്? അത് കേട്ടപ്പോൾ പ്രിയ ഒന്നും മിണ്ടിയില്ല. ഇറങ്ങിപ്പോടി, നിന്നെ ഇനി ഈ പരിസരത്ത് കണ്ടുപോകരുത്. ഗായത്രി അവളുടെ കയ്യിൽ പിടിച്ച് റൂമിന് പുറത്തേക്ക് തള്ളി. അവൾ അതേ വേഗതയിൽ ഇറങ്ങിപ്പോയി. എന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ നിൽക്കുന്ന മക്കളെ ഗായത്രി അമ്പരപ്പോടെ നോക്കി. 2ൻ്റെയും കരണം പൊട്ടിക്കാൻ അവരുടെ കൈ തെറിച്ചു. ഡാ പിള്ളേരെ, നീയൊക്കെ എന്താ കാട്ടിക്കൂട്ടിയത്? ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാലുള്ള കാര്യം. ഹോ ദൈവമേ! അവർ നെഞ്ചിൽ കൈവച്ചു. നിങ്ങളുടെ അച്ഛനെ ഇന്ന് തന്നെ ഞാൻ വിവരം അറിയിക്കുന്നുണ്ട്. ഇനി എന്നെക്കൊണ്ട് വയ്യ നിങ്ങളെ നോക്കാൻ. അങ്ങേര് വന്ന് നോക്കട്ടെ. അവർ നിലത്ത് ചവിട്ടി മെതിച്ച് താഴേക്കിറങ്ങിപ്പോയി. മനുവും വിനുവും പരസ്പരം നോക്കി അങ്ങനെ കട്ടിലിരുന്നു. ഗായത്രി സ്വന്തം മുറിയിലെത്തിയതും ഒരു നൈറ്റിയും മറ്റുമായി ബാത്റൂമിലേക്ക് പോയി. പിന്നെ നന്നായി വിസ്തരിച്ച് തന്നെ കുളിച്ചു. കോളേജ് വിട്ട് വന്ന് എന്നും ഒരു കുളി പതിവുള്ളതാണ്. ബാത്റൂമിൽ നിന്നിറങ്ങിയതും തൻ്റെ മുറിയിലെ കട്ടിലിരിക്കുന്ന മക്കളെ അവർ കണ്ടു. 2 പേരും അമ്മയെ കണ്ട് എണീറ്റ് നിന്നു. ക്ഷമ ചോദിക്കാൻ വന്നതാകും. ഇനി മേല ആവർത്തിക്കരുതെന്ന് പറഞ്ഞു വിട്ടേക്കാം. എല്ലാം ഈ പ്രായത്തിൻ്റെ പ്രശ്നമാണ്. എന്നാലും ആ പെങ്കൊച്ചിൻ്റെ ഒരു കാര്യം, 2 പേരോടൊപ്പം ഒരുമിച്ച് ഇങ്ങനെ പഠിക്കുന്നു. പെട്ടെന്ന് മനുവും വിനുവും അവരെ അടിമുടിയൊന്ന് നോക്കി. കുളിക്കഴിഞ്ഞ് ചുവന്ന നൈറ്റിയും അണിഞ്ഞ് അമ്മ മുടിയിൽ തോർത്തും കെട്ടി വച്ചിട്ടുണ്ട്. 2 പേരുടെയും ശ്രദ്ധ ഒരുപോലെ അവരിലേക്ക് അങ്ങനെ പോയി. അവരുടെ മുഖഭാവം ശ്രദ്ധിച്ചതും അവർക്കെന്തോ പന്തികേടുള്ളത് പോലെ തോന്നി. ഇതുവരെ കാണാത്തതുപോലെയാണ് തന്നെ നോക്കുന്നത്. എന്താടാ? അവർ അല്പം ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. ഞങ്ങൾ നോക്കിയിട്ട് ഇവിടെ വേറെ ആരുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. മനുവാണത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ
ഗായത്രി സംശയത്തോടെ ഒന്നും മനസ്സിലാവാതെ അവരെ നോക്കി. എന്താടാ നീ പറഞ്ഞത്? വിനു ദേഷ്യത്തോടെ അവരെ നോക്കി. ഞങ്ങൾ പ്രിയമായി മര്യാദയ്ക്ക് എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ എന്തിനാ അതിനിടയ്ക്ക് കയറി വന്നത്, ഞങ്ങളുടെ പഠിത്തം തടസ്സപ്പെടുത്തിയത്? ഇപ്പോൾ ആ അവസരം നഷ്ടമായില്ലേ? അത് കേട്ടതും ഗായത്രി ഒരു ഞെട്ടലോടെ അവരെ തന്നെ നോക്കി നിന്നു.